എല്ലാവർക്കും നമസ്തേ. 2 ദിവസം മുമ്പ് മലയാള മനോരമ കൊച്ചിയിൽ ഒരു കോൺക്ലേവ് നടത്തിയിരുന്നു. വിവിധ വിഷയങ്ങളെ അടിസ്ഥാനമാക്കി നടത്തിയ കോൺക്ലേവിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തിരുന്നു. ഇതിൽ പല കാര്യങ്ങളും സംസാരിച്ച കൂട്ടത്തിൽ കേരളത്തിൽ BJP പ്രവർത്തനം തുടങ്ങി വെച്ച കാലം മുതലുള്ള അവരനുഭവിച്ച ബുദ്ധിമുട്ടുകളെക്കുറിച്ച് അമിത്ഷാ പറഞ്ഞിരുന്നു. അതായത് CPM-ൻ്റെ ഭാഗത്തു നിന്നുള്ള ഈ BJP-ക്കാരെ നേരെ നടന്ന വധശ്രമങ്ങൾ, ആക്രമണങ്ങൾ, ഇതെല്ലാം ഉൾപ്പെടെ പരാമർശിച്ചുകൊണ്ട് എല്ലാ വിഷയങ്ങളെയും അദ്ദേഹം ഈ കോൺക്ലേവിൽ ചർച്ച ചെയ്തു. അപ്പം അതിൽ നമ്മുടെ അമിത്ഷാ പറഞ്ഞ ഒരു വാക്ക് പത്രത്തിൽ വന്നത്, കേരളത്തിലെ BJP പ്രവർത്തകർ CPM പ്രവർത്തകരിൽ നിന്ന് അതിക്രൂരമായ ആക്രമണമാണ് കാലങ്ങളായി നേരിടുന്നത്. എത്രയോ പ്രവർത്തകരുടെ കയ്യും കാലും വെട്ടി രാജ്യസഭാംഗമായി നാമനിർദ്ദേശം ചെയ്യപ്പെട്ട സദാനന്ദൻ അത്തരം അക്രമത്തിൻ്റെ ഇരയാണ്. ദേശസുരക്ഷയുടെ കാര്യത്തിലും LDF സർക്കാർ വിട്ടുവീഴ്ച ചെയ്യുകയാണ്. ഇത് സത്യമായിട്ടുള്ള കാര്യമല്ലേ അദ്ദേഹം പറഞ്ഞത്? അതിന് പിണറായി വിജയൻ്റെ മറുപടി കേട്ടുകൊള്ളുക. BJP കേരളത്തിൽ അനുഭവിച്ചു എന്ന് പറയുന്ന യാതന ഒട്ടേറെ പേരെ കൊന്നൊടുക്കിയ യാതനയാണ്. RSS എന്താണെന്ന് കേരളത്തിലെ ജനങ്ങൾക്കറിയാം. കേരളത്തെ ഇന്നത്തെ രീതിയിൽ വളർത്തിയതിൽ RSSൻ്റെ പങ്കെന്താണ്? വർഗീയ കലാപം ഉണ്ടാക്കുന്നതിലായിരുന്നു അവരുടെ ശ്രദ്ധ. ഇതാണ് മുഖ്യമന്ത്രിയുടെ അതിനുള്ള മറുപടി. നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. കേരളത്തിലെ ഈ രാഷ്ട്രീയ കൊലപാതകങ്ങൾക്ക് തുടക്കം കുറിച്ചത് ഈ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ ആയിരുന്നു എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കുക. അതുവരെ സമാധാനപരമായി രാഷ്ട്രീയ അന്തരീക്ഷം കേരളത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നതാണ്. 1969 ഏപ്രിൽ 21 കണ്ണൂരിലെ വാടിക്കൽ രാമകൃഷ്ണനെ കൊത്തി നുറുക്കി കൊന്നുകൊണ്ടാണ് പിണറായി വിജയൻ ഇതിന് കേരളത്തിലെ രാഷ്ട്രീയ കൊലപാതകത്തിന് തുടക്കം കുറിച്ചത്. വാടിക്കൽ രാമകൃഷ്ണൻ ചെയ്ത തെറ്റെന്താണ്? അദ്ദേഹം ഒരു ദളിത് കുടുംബത്തിൽപ്പെട്ട ഒരാളായിരുന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സജീവ പ്രവർത്തകനായിരുന്നു. CPM-ൻ്റെ സജീവ പ്രവർത്തകനായിരുന്നു. കേരളത്തിൽ ജനസംഘത്തിൻ്റെ പ്രവർത്തനം തുടങ്ങിയപ്പോൾ ആ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തനത്തിൽ ആകൃഷ്ടനായ വാടിക്കൽ രാമകൃഷ്ണൻ CPM-ൽ നിന്ന്, കമ്മ്യൂണിസത്തിൽ നിന്ന് മാറി ദേശീയതയോട് ഒപ്പം ചേർന്ന് പ്രവർത്തിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ BJP-യുടെ പൂർവ്വരൂപമായ ജനസംഘത്തിൽ ചേർന്ന് വാടിക്കൽ രാമകൃഷ്ണൻ പ്രവർത്തിക്കാൻ തീരുമാനിച്ചു. അന്ന് ഇത് എങ്ങനെ പിണറായി വിജയനും കൂട്ടർക്കും സഹിക്കും? ആ ഒരു വിരോധം തീർക്കാൻ ആ പാവം മനുഷ്യൻ, ആ ദളിത് വിഭാഗത്തിൽ, ഇവരെ വലിയ ദളിത് സ്നേഹം പറഞ്ഞുകൊണ്ട് നടക്കുന്ന പിണറായി വിജയനും മാർക്സിസ്റ്റ് പാർട്ടിയും ഒന്ന് ആലോചിക്കണം. വാടിക്കൽ രാമകൃഷ്ണൻ എന്ന് പറയുന്ന ആ ദളിതനെ അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെയും അമ്മയുടെയും മുന്നിലിട്ടാണ് പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള സംഘം വെട്ടിക്കൊന്നത്. ആ വാടിക്കൽ രാമകൃഷ്ണൻ എന്ന് പറയുന്ന യുവാവിൻ്റെ, ചെറുപ്പക്കാരൻ്റെ ഭാര്യ ഇവരുടെ കാലിൽ വീണ് കരഞ്ഞ് കേണപേക്ഷിച്ചിട്ടും അതുപോലും അത് പരിഗണിക്കാതെയാണ് പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ ഈ വാടിക്കൽ രാമകൃഷ്ണനെ കൊത്തി നുറുക്കി കൊന്നത്. അതാണ് കേരളത്തിലെ രാഷ്ട്രീയ കൊലപാതകങ്ങൾക്ക് തുടക്കമായത്. നമ്മൾ ആലോചിച്ച് നോക്കുക. പിണറായി വിജയൻ ഏതൊരു പരിപാടിയിൽ പങ്കെടുത്താലും ഒരു കൊച്ചു കുഞ്ഞുങ്ങളടുത്ത് ചെന്നാൽ ചിരിച്ച് കണ്ടിട്ടുണ്ടോ? അദ്ദേഹത്തിൻ്റെ മുഖത്ത് ആ ഒരു ചിരിച്ചുകൊണ്ടുള്ള ഒരു മുഖം നമ്മൾ കണ്ടിട്ടുണ്ടോ? ആ ഒരു ചിരിയുടെ ഒരു ലാഞ്ചന കാണാറുണ്ടോ? ഈ ചെറുപ്പത്തിൽ തന്നെ ഇത്തരം ക്രൂര നടപടികളിൽ ഏർപ്പെട്ട് ആ മനസ്സ് തന്നെ മനസ്സിലൊരു ദയാവായ്പാകട്ടെ, ഒരു സ്നേഹമോ സമൂഹത്തോടുള്ള കരുതലോ ആ മനസ്സിലില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. അങ്ങനെയുള്ള പിണറായി വിജയനാണ് പറയുന്നത് RSS-ഉം BJP-യുടെയും യാതന അനുഭവിച്ച് കൂട്ടക്കൊല നടത്തിയതാണെന്ന്. RSS-കാർ കൊന്നിട്ടില്ലെന്ന് ഞാൻ പറഞ്ഞാൽ അത് നിഷേധിക്കുന്നില്ല. തിരിച്ച് ഇവരുടെ CPM-കാരുടെ അവരുടെ
സിദ്ധാന്തം തന്നെ എന്താണ്? ഉന്മൂലന സിദ്ധാന്തമാണ്. അതായത് വർഗശത്രുക്കളെ കൊന്നൊടുക്കുക. അവരുടെ വർഗശത്രുക്കൾ നമ്മുടെ കേരളത്തിലല്ലേ ഇന്ത്യയിൽ RSSഉം പരിവാർ സംഘടനകളുമാണ്. അവരുള്ളിടത്തോളം കാലം ഇവർക്ക് വളരാൻ പറ്റത്തില്ല എന്നുള്ളത് കൊണ്ട് വർഗശത്രുക്കളെ ഉന്മൂലനം ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടാണ് പിണറായി വിജയനും സംഘവും ഇറങ്ങി അന്ന് കാലത്ത് ഈ കൊലപാതകം നടത്തി തുടക്കം കുറിച്ചത്. അന്ന് ഇങ്ങനെ ഒരു കൃത്യം പിണറായി വിജയൻ ചെയ്തിരുന്നില്ല എങ്കിൽ കേരളത്തിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുമായിരുന്നില്ല. പക്ഷെ അവരുടെ സിദ്ധാന്തം പ്രമാണം ഇതാണ്: വർഗശത്രുക്കളെ ഉന്മൂലനം ചെയ്യുക. അവർക്ക് ചെറുപ്പത്തിൽ തന്നെ പഠിപ്പിച്ചു വിടുന്നത്, ബാലസംഘത്തിൽ കൂടി ഉൾപ്പെടെ പഠിപ്പിച്ചു വിടുന്നത് അവരുടെ മാർസിയൻ സിദ്ധാന്തമാണ്, മാർസിയൻ ചിന്തകളാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവരിൽ ചെറുപ്പം മുതൽ തന്നെ ഈ ഒരു ചിന്ത കടന്നുകൂടുന്നതിൽ നമുക്ക് തെറ്റു പറയാൻ കഴിയില്ല. അങ്ങനെയുള്ള ഈ പിണറായി വിജയനാണ് പറയുന്നത്. വേറൊരു കാര്യം കൂടെ ആലോചിച്ച് നോക്കുക. അദ്ദേഹത്തിൻ്റെ ആ ക്രൂര മനസ്സിൻ്റെ, ആ ചെറുപ്പത്തിലെ ഈ വാടിക്കൽ രാമകൃഷ്ണനെ വെട്ടിക്കൊന്ന ആ മനോനില തന്നെയാണ് ഇപ്പോഴും എന്നുള്ളതിന് ഉത്തമ ഉദാഹരണമായിരുന്നു. ഒരു വലിയൊരു ഉത്സവം പോലെ നടത്തിയിരുന്നല്ലോ, നവകേരള യാത്ര ഉള്ള സ്കൂളുകളുടെ മതിലും ഇടിച്ചു പൊളിച്ച് അവിടെ സ്റ്റേജ് ഉണ്ടാക്കി, ഇവിടെ സ്റ്റേജ് ഉണ്ടാക്കി, വലിയ ആഘോഷപൂർവ്വം കോടികൾ കളഞ്ഞു കുളിച്ചൊരു യാത്ര നടത്തിയത്. ആ യാത്രയിൽ ഒരു ബെൻസ് ബസ് അതിൻ്റെ ഏറ്റവും മുന്നിൽ, ആ ചുറ്റുപാടും നടക്കുന്ന കാര്യങ്ങളെല്ലാം കാണാവുന്ന രീതിയിൽ ഏറ്റവും മുന്നിൽ സീറ്റ് സജ്ജീകരിച്ച് ആ മുന്നിലിരുന്നു കൊണ്ട് അദ്ദേഹം ചെയ്ത യാത്രയ്ക്കിടയിൽ അദ്ദേഹത്തിൻ്റെ പാർട്ടി അണികൾ എതിരാളികളെ ഹെൽമെറ്റ് വെച്ചും പൂച്ചട്ടി വെച്ചും ഇരുമ്പ് വടിയൊക്കെ വെച്ച് തലയടിച്ച് പൊട്ടിച്ച് ശരീരം അടിച്ച് പൊളിച്ച് ഈ അക്രമം കാണിച്ചപ്പം അത് കണ്ട് ചിരിച്ചാസ്വദിച്ച് ആ വാഹനത്തിൻ്റെ മുന്നിലിരുന്ന് യാത്ര ചെയ്ത ആളാണ് നമ്മുടെ മുഖ്യമന്ത്രി. അദ്ദേഹത്തിൻ്റെ ആ മനസ്സിൻ്റെ ആ സാഡിസം, ഒരാളിനെ ക്രൂരമായി ആക്രമിക്കുന്നത്, അവർ വേദന കൊണ്ട് പൊളയുന്നത്, അല്ലെ ജീവന് വേണ്ടി യാചിക്കുന്നതൊക്കെ അദ്ദേഹത്തിനൊരു ആനന്ദം നൽകുന്ന സംഭവമാണ്. എന്നിട്ട് അദ്ദേഹം എന്താണ് പറഞ്ഞത്? ഇത് രക്ഷാപ്രവർത്തനം നടത്തിയെന്ന്, പാർട്ടിക്കാർ രക്ഷാപ്രവർത്തനം നടത്തിയത്. ഒരാളുടെ തലയടിച്ച് പൊളിക്കുന്നത്, ഒരാളിൻ്റെ ക്രൂരമായി മർദ്ദിക്കുന്നതൊക്കെ ഏത് രീതിയിലുള്ള രക്ഷാപ്രവർത്തനമാണ്? അതിൻ്റെ അർത്ഥം അദ്ദേഹം ഇത് ആസ്വദിക്കുകയാണ്. അതിനുവേണ്ടി അദ്ദേഹത്തിനെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയാണ് അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കാർ നവകേരള യാത്രയ്ക്കിടയ്ക്ക് ഇതേപോലുള്ള ക്രൂരമായിട്ട് ഉള്ള അക്രമം അഴിച്ച് വിട്ട് ഇത് ചെയ്ത്. കാരണം അദ്ദേഹത്തിന് ഇതൊക്കെ കാണുന്ന ആനന്ദം. അദ്ദേഹത്തിനെ ആനന്ദിപ്പിക്കേണ്ടത് പാർട്ടിയുടെ അണികളുടെ കടമയായതുകൊണ്ട് അവരിത് കാണിച്ചു. അങ്ങനെയുള്ള ഈ പിണറായി വിജയനാണ് പറയുന്നത് RSSൻ്റെ അനുഭവിച്ച യാതന അവർ രാഷ്ട്രീയ എതിരാളികളെ കൊന്നിട്ടുള്ള ഇതാണെന്ന്. അവർ കൊന്നിട്ടുണ്ട്. ഈ CPMമാർ ഈ നിരന്തരം RSS പ്രവർത്തകരെ, അല്ലെ ജനസംഘം പ്രവർത്തകരെ, BJP പ്രവർത്തകരെ കൊന്നു തള്ളാൻ തുടങ്ങിയപ്പോൾ തീരെ നിവൃത്തികെട്ട് RSSകാർ തിരിച്ച് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ്. അത് നിഷേധിക്കുന്നില്ല. അളമുട്ടിയാൽ ചേരയും കടിക്കും എന്ന് പറഞ്ഞതുപോലെ തന്നെയാണ് ആ കാര്യങ്ങൾ എന്ന് പറഞ്ഞത്. അടിച്ച് എത്രയെന്നും പറഞ്ഞാണ് സഹിക്കുന്നത്. പിണറായി വിജയൻ 1969 ഏപ്രിൽ 21 തുടങ്ങി വെച്ച ആ ആക്രമണം, ആ കൊലപാതക പരമ്പര ഇവർ തുടർന്ന് പോയിക്കൊണ്ടിരുന്നപ്പോൾ ഗതികെട്ട് തിരിച്ച് ചെയ്തതല്ലാതെ കേരളത്തിൽ ഒരു സ്ഥലത്തും RSS ഒരു കൊലപാതകത്തിന് തുടക്കമിട്ടിട്ടില്ല. അടിക്ക് തിരിച്ചടി എന്നുള്ള രീതിയിൽ സംഭവിച്ചിട്ടുണ്ട്. അത് സ്വാഭാവികമായിട്ട് ലോകത്ത് എവിടെ സംഭവിക്കുന്നതാണ്. ഒരു 10 പേരെ ഇങ്ങനെ കൊല്ലാൻ തുടങ്ങിക്കഴിഞ്ഞാൽ തീരെ ഗതികെട്ട് തിരിച്ച് ആക്രമിച്ചെന്നിരിക്കും. അതാണ് കേരളത്തിൽ സംഭവിച്ചിട്ടുള്ളത്. അങ്ങനെയുള്ള പിണറായി വിജയനും മാർക്സിസ്റ്റ് പാർട്ടിയുമാണ് ഈ രീതിയിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് BJP ആണ് അല്ലെ RSS ആണ് അക്രമം നടത്തിയെന്ന് പറഞ്ഞു. അക്രമികൾക്ക് എന്തും പറയാമല്ലോ. അവർ നടത്തി വെച്ച് അവരെ അഭിമാനിക്കുന്നു എന്നുള്ള ശരിയായിട്ടുള്ള കാര്യം. അവരുടെ സിദ്ധാന്തം അതാ. ഞാൻ പിണറായി വിജയനെ കുറ്റം പറയില്ല. അദ്ദേഹത്തിൻ്റെ പ്രസ്ഥാനത്തിൻ്റെ സിദ്ധാന്തം തന്നെ ഉന്മൂലന സിദ്ധാന്തമാണ്. അതായത് വർഗശത്രുക്കളെ ഉന്മൂലനം ചെയ്യുക, അവരെ നശിപ്പിക്കുക, ഇല്ലായ്മ ചെയ്യുക.
ഒന്നുകിൽ അവരെ അവരുടെ പ്രസ്ഥാനത്തിലോട്ട് കൊണ്ടുവരിക, അതിന് തയ്യാറായില്ലെന്നുണ്ടെങ്കിൽ അവരെ തീർത്ത് കളയുക, കൊന്നുകളയുക എന്നുള്ളതാണ് ഉന്മൂലന സിദ്ധാന്തം. അത് ആ പാർട്ടിയുടെ നിലപാടാണ്. അത് അദ്ദേഹം പാലിച്ചു എന്നേ ഞാൻ കരുതുന്നുള്ളൂ. പക്ഷേ ഇങ്ങനെ തുടക്കം ഇട്ട് വെച്ചിട്ട് മറ്റുള്ളവരുടെ മേലിൽ ചാർത്തി കൊടുക്കുമ്പോഴാണ് അത് നമുക്കതിൽ ഈ പരിഹാസ്യമായി തോന്നുന്നത്. പിന്നെ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, പ്രളയം ഉണ്ടായപ്പോൾ വിദേശത്തു നിന്നൊക്കെ സഹായം കൊടുക്കാമെന്ന് പറഞ്ഞത് മേടിക്കാൻ കേന്ദ്രം സമ്മതിച്ചില്ല. എന്തിനാണ് കേന്ദ്രം സമ്മതിക്കുന്നത്? അന്ന് അത്രയും ഡാം പെട്ടെന്ന് തുറന്ന്, അതിനു മുമ്പ് വിദഗ്ധർ പറഞ്ഞത് വെള്ളം ഡാം തുറന്നു വിട്ട് ഒഴുക്കി കളയണമെന്ന് പറഞ്ഞിട്ട് അത് സമ്മതിക്കാൻ ഒരു പൊട്ടൻ ഒരു മന്ത്രി ഉണ്ടായിരുന്നല്ലോ, എം മണി, പിണറായി വിജയൻ്റെ അടുത്ത കക്ഷി. ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് എല്ലാ ഡാമും കൂടെ തുറന്നു വിട്ട് പ്രളയമുണ്ടാക്കി. പോട്ടെ, അയാളുടെ വിവരക്കേടാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഈ പ്രളയമുണ്ടാക്കി ഈ നാട് മൊത്തം മുക്കിക്കളഞ്ഞിട്ട് അത് വിദേശത്ത് പോയി പിരിച്ചു കൊണ്ടുവന്നിട്ട് ഇവരെന്ത് ചെയ്യാനായിരുന്നു? ഇപ്പം തന്നെ ചൂരൽമലയിലെ കാര്യത്തിൽ അന്ന് തന്നെ വിദേശത്ത് നിന്ന് ഒരുപാട് പൈസ കിട്ടിയത് എത്ര പേർക്ക് കൊടുത്തിട്ടുണ്ട്? മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ ഒരുപാട് പൈസ വന്നിട്ടുണ്ട്. അത് എത്ര രൂപ ഇവർക്ക് വേണ്ടി വിനിയോഗിച്ചിട്ടുണ്ട്? അതും പോട്ടെ, ഇപ്പോൾ ചൂരൽമലയിൽ നടന്ന സംഭവം, എത്ര കോടികളാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് വന്നിരിക്കുന്നത്? അതിൽ നിന്ന് പൈസ ചിലവാക്കാതെ കേന്ദ്രം തരണം. ഇത് അവിടെ വിനിയോഗിക്കാനാണെന്ന് പറഞ്ഞാണ് കോടിക്കണക്കിന് രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പിരിച്ച് ഉണ്ടാക്കിയിരിക്കുന്നത്. ആദ്യം അത് വിനിയോഗിക്കട്ടെ, ആദ്യം അത് ചിലവാക്കിയിട്ട് വേണം കേന്ദ്രം തരാൻ പറയാൻ. അല്ലെന്നുണ്ടെങ്കിൽ ഇവരിത് പിരിക്കരുത്, മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഈ കാര്യം പറഞ്ഞ് പിരിക്കരുതായിരുന്നു. പിരിച്ച് അത് ഒരു കോടി കൂട്ടി വെച്ചിട്ട് പിന്നീട് ഇവർക്ക് തൂർത്തടിച്ച് കളയാൻ. ഇപ്പോൾ ഖജനാവിൽ പൈസ ഇല്ലല്ലോ, ഇത് മറ്റു രീതിയിൽ വക മാറ്റി ചിലവഴി. നേരത്തെ നമ്മൾ കണ്ടതാണ്, ഇവരുടെ രണ്ട് നേതാക്കന്മാർക്ക് അവരുടെ കടം തീർക്കാനും അവരുടെ എല്ലാ കാര്യം തീർക്കാൻ വേണ്ടി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് അടിച്ചത്. കോടിയേരി ബാലകൃഷ്ണൻ്റെ വാഹനം ഇടിച്ച് മരിച്ച ആളിൻ്റെ കുടുംബത്തിന് കൊടുത്തത്. ഇതെല്ലാം ദുരിതാശ്വാസ. ഇതേപോലെ ഇവരുടെ ഇഷ്ടക്കാർക്ക് വേണ്ടി ചിലവഴിക്കാൻ വേണ്ടി ഇവരിങ്ങനെ പണം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലോട്ട് സമ്പാദിച്ചു കൂട്ടുന്നു. അതെടുത്ത് ചിലവഴിച്ചിട്ട് കേന്ദ്രത്തിൽ നിന്ന് ബാക്കി തരാൻ പറയണം. അല്ലാതെ അതവിടെ ഈ നാട്ടുകാരുടെ നിന്നും ജനങ്ങളുടെ നിന്നും പിരിച്ച് ഈ ഓരോരുത്തർ കുടുക്ക വരെ പൊട്ടിച്ചായിരുന്നു പ്രളയം ഉണ്ടായപ്പോൾ കൊടുത്തത്. അതെവിടെ ചിലവാക്കി? ആടിനെ വിറ്റും കുടുക്ക പൊട്ടിച്ചോ കൊടുത്തത് എന്തി? അത് വിനിയോഗിക്കാതെ കേന്ദ്രം തരുന്നത്, കേന്ദ്രം കൊടുത്താലും ഇതുപോലെയുള്ളൂ. അതും വിനിയോഗത്തിൽ അടിച്ചു മാറ്റാൻ വേണ്ടി മാറ്റിയിടും. ആദ്യം ഇവർ പിരിച്ചത് ചിലവഴിച്ചിട്ട് വേണം കേന്ദ്രത്തിൽ നിന്ന് ബാക്കി മേടിച്ച് ബാക്കി കാര്യങ്ങൾ ചെയ്യാം. അങ്ങനെ ചെയ്യാതെ ഈ കുറ്റം പറഞ്ഞിട്ട് എന്താ കഥ? നേരെ തോന്നിവാസം എല്ലാം കാണിച്ചിട്ട് എല്ലാം കേന്ദ്രത്തിൻ്റെ മണ്ടയ്ക്കോട്ട് അങ്ങോട്ട് അടിച്ചു വെക്കുക. ഇതിവിടുത്തെ ജനങ്ങൾ കാണുന്നതാണ്. ഇതിലൊന്നും ഈ നാട്ടിലെ ജനങ്ങൾ വീഴത്തില്ല എന്നുള്ള കാര്യം ഓർത്തിരുന്നാൽ അവർക്കൊക്കെ നല്ലത്. ജനങ്ങൾ പൊട്ടന്മാരല്ല. കേരളത്തിൽ എല്ലാം കണ്ടും കേട്ടുമാണ് ജനങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഇതുവരെ ജനങ്ങളെ വിഡ്ഢികളാക്കാൻ പറ്റിയെങ്കിലും ഇനി ഒട്ടും അത് നടക്കത്തില്ല എന്നുള്ള കാര്യം ഇത്തരക്കാർ ചിന്തിക്കുന്നതാണ്. ചിന്തിച്ചാൽ അവർക്ക് കൊള്ളാം. ഇല്ലെന്നുണ്ടെങ്കിൽ പരാജയമൊക്കെ ഉണ്ടായിക്കഴിഞ്ഞിട്ട് ജനങ്ങളെ കുറ്റം പറഞ്ഞിട്ട് കഥയില്ല. ജനങ്ങൾ വെറും ഇതായിരുന്നു, കഴുതയായിരുന്നു, അല്ലെന്നുണ്ടെങ്കിൽ വിവരം കെട്ടവന്മാരായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് കഥയൊന്നുമില്ല. ഈ ജനങ്ങൾ ഇതെല്ലാം കണ്ടും കേട്ടും ആണ് മുന്നോട്ട് പോകുന്നത്. അവരെ കൂടുതൽ വിഡ്ഢികളാക്കാൻ ശ്രമിക്കേണ്ട എന്ന് മാത്രം മുഖ്യമന്ത്രി ഓർത്തിരിക്കുക. 1969 ആ സമയത്ത് ജനിച്ച് ഇപ്പോഴും ജീവിച്ചിരിക്കുന്നവരുണ്ടെന്നുള്ള കാര്യം മുഖ്യമന്ത്രി ഓർത്തിരിക്കുക. അതുകൊണ്ട് വാടിക്കൽ രാമകൃഷ്ണൻ കേസും ഈ കേരളത്തിലെ രാഷ്ട്രീയ കൊലപാതകം ആരാണ് തുടങ്ങി വെച്ചതെന്നും ഉള്ള കാര്യം ജനങ്ങൾക്കറിയാം. അത് തലമുറകൾ പകർന്നു കൊടുത്ത് മുന്നോട്ട് പോകുകയും ചെയ്യും എന്നുള്ള കാര്യം ഓർക്കുക. ഇതൊന്നും വിസ്മരിക്കാൻ പറ്റുന്ന ചരിത്രത്തിൻ്റെ ഭാഗമാണ്. ആ ചരിത്രത്തിനെ വളച്ചൊടിക്കാൻ എത്ര ശ്രമിച്ചാലും അത് വിഫലമാവുകയുള്ളൂ എന്നുള്ള കാര്യം പിണറായി വിജയൻ ഓർക്കുക. ഇനി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ അമർത്താനും ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യാനും മറക്കരുത്.